ഞാൻ ഇന്നൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര മണിക്കൂറുകൾ എടുത്ത് ഷെയ്ഡ് ചെയ്താലും നിങ്ങളുടെ ഡ്രോയിങ്ങിന് ഒരു 3D എഫക്റ്റ് കിട്ടാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഫോട്ടോ മനസ്സിൽ സങ്കല്പിക്കുക. ആ ഫോട്ടോയിൽ ശരിക്കും എല്ലാ ഭാഗവും ഒരുപോലെ ക്ലിയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫോക്കസ് ഉണ്ടാവില്ല. ചില ഭാഗങ്ങളിൽ ഫോക്കസ് ഔട്ട് ആയിരിക്കും. കാരണം ആ ഫോട്ടോ കാണുന്ന കാഴ്ചക്കാരൻ്റെ ശ്രദ്ധ ആ ഫോട്ടോയിൽ ഏത് ഭാഗത്തേക്കാണ് വീഴേണ്ടത് ആ ഭാഗത്തേക്കായിരിക്കും ഫോട്ടോഗ്രാഫർ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സെയിം പോലെ തന്നെ നമ്മുടെ ഡ്രോയിങ്ങിലും ഫോക്കസ് ചെയ്ത് കാണപ്പെടുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങളുണ്ട്, ഫോക്കസ് ഔട്ട് ആയിട്ടുള്ള ബ്ലർഡ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന ചിത്രം അതിലെല്ലാ ഭാഗത്തും ഒരേപോലെ ഡീറ്റെയിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഡെപ്ത് ഫീൽ ചെയ്യില്ല, അതിൻ്റെ ഒരു 3D എഫക്റ്റ് ഫീൽ ചെയ്യില്ല. അതെ, ഭൂരിഭാഗം ബിഗിനേഴ്സും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അതിന് പകരം നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ അതിലെ റെഫറൻസ് ഇമേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലെ ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ബ്ലർഡ് ആയിട്ടിരിക്കുന്നത്, ക്ലിയർ ഇല്ലാതിരിക്കുന്നത്, അത് അതേപടി തന്നെ പേപ്പറിലേക്ക് പകർത്താനൊന്ന് ശ്രമിച്ചു നോക്കിയേ. നമ്മുടെ ഡ്രോയിങ് ആ റെഫറൻസ് പിക്ചർ പോലെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ 3D എഫക്റ്റോടുകൂടി നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും.